എല്ലാവർക്കും നമസ്കാരം. സച്ചിയുടെയും രേവതിയുടെയും ഇനി വരാനിരിക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള എപ്പിസോഡിലേക്ക് പോയാലോ? അങ്ങനെ നമ്മുടെ രവിയെ വർഷയുടെ അച്ഛൻ വിളിച്ച് സംസാരിക്കുകയാണ്. അപ്പൊ പുള്ളിക്കാരനാണെങ്കിലും പഴയതുപോലെ ദേഷ്യത്തിലൊന്നും അല്ല സംസാരിച്ചത്, വളരെ മയത്തിലും അതുപോലെ തന്നെ സമാധാനത്തിലും വിളിച്ച് സംസാരിച്ചു. അപ്പൊ നമ്മുടെ രവിക്കാണെങ്കിലോ ഇയാൾ ഇങ്ങനെയൊന്നും എന്നോട് സംസാരിക്കുന്നതല്ലല്ലോ, ഇയാൾക്ക് ഇത് എന്ത് പറ്റി എന്നൊക്കെ ആലോചിച്ച് കുറച്ചു നേരം അങ്ങനെ നിന്നു. അതെ, എനിക്കിന്ന് രവിയെ അത്യാവശ്യമായിട്ട് കാണാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അത് ഞാനിപ്പോൾ ഇച്ചിരി തിരക്കിലാണല്ലോ, അത് സാറ് പറയുന്നത് എപ്പോൾ കാണണമെന്നാണെന്ന് രവി ചോദിക്കുകയാണ്. അതെ, രവിയുടെ സൗകര്യം പോലെ എപ്പോഴാണെന്ന് വെച്ചാൽ കാണാമെന്നും പറഞ്ഞിട്ട് നമ്മുടെ വാസുദേവൻ ഫോൺ വെക്കുകയാണ്. ആ ഒരു സമയത്താണെങ്കിലോ അയാളുടെ ഭാര്യ പറ്റേ നിൽക്കുന്നുണ്ട്. എൻ്റെ മനുഷ്യ, വന്ന് ആ രവി എന്ന് പറയുന്നവൻ്റെ കുടുംബക്കാർ മുഴുവനും നമ്മുടെ ജീവിതത്തിൽ കയറി കളിക്കുവാണല്ലോ. ഇപ്പം നമ്മുടെ വർഷയുടെ കാര്യം ആലോചിച്ചിട്ട് അവൾ ഒറ്റൊരുത്തിയാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടാക്കിയത്. അറിയാലോ, അവളും ആ ഒരു ശ്രീകാന്തും കൂടി ഈ നാട് മുഴുവൻ ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. അത് ചോദ്യം ചെയ്തിട്ട് നിങ്ങൾ അച്ഛനാണെന്നോ ഞാൻ അമ്മയാണെന്നോ പോലും അവള് വില തരുന്നില്ലല്ലോ. ഇനി എന്ത് ചെയ്യും? ഇനി ഞാൻ വിചാരിച്ചിട്ട് ഇയാൾ വല്ലതും സംസാരിച്ച് അവരെ നേരെയാക്കിയെങ്കിലേ വല്ല കാര്യവും നടക്കുകയുള്ളൂ. അപ്പം തൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് ഒരു റെക്കമെൻഡേഷൻ കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ രവിയെ വിളിച്ച് വാസുദേവൻ സംസാരിച്ചത്. അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിയുമ്പോഴാണെങ്കിലും നമ്മളെ കാണിക്കുന്നത് രേവതിയാണെങ്കിൽ മാർക്കറ്റിലൊക്കെ പോയി അപ്പോൾ ഒരു സൈക്കിളിൽ ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ വരികയാണ്. അവള് കുറച്ച് വലിയ മീനും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അയൽവക്കത്തുള്ള ചേച്ചിമാരാണെങ്കിലോ, എടി നീ രാവിലെ തന്നെ മാർക്കറ്റിലേക്ക് പോയോ? അല്ല, ഇതെന്താണ് വലിയ സംഭവം, വലിയ മീനൊക്കെ ആണല്ലോ, ഇന്ന് എന്താ വല്ല ഗസ്റ്റും വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം അതൊക്കെ ഉണ്ട്. എന്താണ് സച്ചി വരുമോ എന്ന് ചോദിക്കുകയാണ് അടുത്ത വീട്ടിലെ ചേച്ചി. അപ്പോൾ ഉടനെ രേവതി പറഞ്ഞു, അതെ, പുള്ളിക്കാരൻ ഇന്ന് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആളുടെ ഇഷ്ടത്തിനുള്ള ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാമെന്നും പറഞ്ഞു. അതിനുള്ള സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങളൊക്കെ എന്ന് രേവതി പറയുകയാണ്. അപ്പം ആ ചേച്ചി പറഞ്ഞു, കണ്ടില്ലേ, ഇന്നലെ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ, അതിന് മുന്നേ തന്നെ നിന്നെ തിരക്കി അവൻ ഇന്നിങ്ങോട്ട് വരണമെങ്കിൽ സംഭവം വിശകാണ്. നീ അവനെ നല്ല നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി അവനെ അങ്ങോട്ട് കയ്യിലെടുത്തിരിക്കുകയാണല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചപ്പം എൻ്റെ പൊന്നു ചേച്ചി ഇപ്പം സംസാരിക്കാൻ നേരെയില്ല, ഞാൻ വേഗം പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് രേവതി കിറ്റും ഒക്കെ താങ്ങി പിടിച്ച് വീട്ടിനകത്തോട്ട് വരികയാണ്. ഇവൾ ഈ ഒരു വലിയ കിറ്റും ഒക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കിനും നമ്മുടെ ലക്ഷ്മി അമ്മയാണെങ്കിലോ, എന്താ രേവതി ഇതൊക്കെ? അതെ, സച്ചിയേട്ടൻ ഇന്ന് ഊണ് കഴിക്കാൻ വരാമെന്ന് പറഞ്ഞു അമ്മേ, അതുകൊണ്ട് ഏട്ടന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചതാ, വേഗം തന്നെ ഇതൊക്കെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പം ലക്ഷ്മി അമ്മ പറഞ്ഞു, എൻ്റെ മോളെ നീ എന്തൊക്കെയാ ഈ പറയുന്നത്? അവൻ ഇങ്ങോട്ട് വരുന്നു മോളെ, കറക്കിടക നിൽക്കാൻ വന്നതാണ്, നിങ്ങൾ രണ്ടുപേരും കൂടി ഒരിടത്ത് നിൽക്കരുതെന്നും പറഞ്ഞു നിന്റെ അമ്മായിയമ്മയല്ലേ ഈ ചടങ്ങൊക്കെ ചെയ്യിച്ചത്, അതുകൊണ്ട് മോളെ അവനോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറയും. ഒരു കാര്യം ഇവിടെ അടുത്ത് തന്നെയുള്ള ആ ഒരു ഹോട്ടലുണ്ടല്ലോ, അവിടെ നല്ല ഫുഡല്ലേ കിട്ടുന്നത്, അവിടെ പോയി കഴിച്ചോളാൻ പറയും. അതെ അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത്? എൻ്റെ കെട്ടിയും വിളിച്ചിട്ട് നല്ലതുപോലെ വിശക്കുന്നുണ്ട്, ഇച്ചിരി ഭക്ഷണം കൊണ്ട് തരുമോ എന്ന് ചോദിക്കുമ്പം ഞാൻ എന്താ പറയേണ്ടത്? അദ്ദേഹത്തിന് വേണ്ടുന്ന ഭക്ഷണം ഞാൻ ഉണ്ടാക്കി കൊടുക്കും. ഇനി അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, സച്ചിയേട്ടൻ വരുമ്പോൾ സച്ചിയേട്ടൻ്റെ കൂടെ വീട്ടിലേക്ക് പോയിക്കോളാന്ന് പറഞ്ഞു. അതെ, എന്തൊക്കെയാ മോളെ, അവൻ വരുന്നതിൽ അമ്മയ്ക്ക് പ്രശ്നം ഉണ്ടായിട്ടൊന്നും അല്ല, പക്ഷേ അത് ശരിയല്ലല്ലോ മോളെ, നമ്മുടെ അയൽവക്കക്കാരൊക്കെ എന്ത് വിചാരിക്കാനാ അമ്മേ? സച്ചിയേട്ടൻ വന്നാല് ഭക്ഷണം കഴിച്ചിട്ട് ഇവിടുന്ന് പോകുമല്ലോ എന്ന് ദേവു പറയാണ്. അങ്ങനെ മറ്റു മക്കളുടെ ഒക്കെ നിർബന്ധപ്രകാരം നമ്മുടെ ലക്ഷ്മിയമ്മയാണെങ്കിലും ഇതിനൊക്കെ കൂട്ടി നിൽക്കുകയാണ്. പക്ഷെ ലക്ഷ്മിയമ്മയ്ക്ക് നല്ല പേടിയുണ്ട്, ചന്ദ്രമതി ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്ര പ്രശ്നം ഉണ്ടാക്കുമല്ലോ. അങ്ങനെ ലക്ഷ്മി ആണെങ്കിൽ എൻ്റെ മോളെ എന്നാ ഒരു കാര്യം ചെയ്യാം, അമ്മ തന്നെ ഇതൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞു. അതൊന്നും പറ്റില്ല, ഞാൻ തന്നെ എൻ്റെ സച്ചിയേട്ടന് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊള്ളാന്ന് പറഞ്ഞ് രേവതി എല്ലാ കാര്യങ്ങൾക്കും നല്ല രീതിയിൽ മുന്നിട്ട് നിന്ന് അതൊക്കെ അങ്ങ് ഇണക്കുകയാണ്. ഈ സമയമാണെങ്കിലോ പുറത്തെത്തി നമ്മുടെ സച്ചി വന്ന പാടെയാണെങ്കിലോ, അയ്യോ ഇവിടെ എന്തൊരു സ്മെല്ലായത്, ഒരു രക്ഷയില്ല, കൊതിയാകുന്നു എന്നൊക്കെ പറഞ്ഞ് ആശാൻ അകത്തോട്ട് കയറി വരുമ്പോഴത്തേക്കിനും ലക്ഷ്മി അമ്മയ്ക്കാണെങ്കിലും വെപ്രാളമാണ്. എത്രയും പെട്ടെന്ന് തന്നെ സച്ചിക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് അവൻ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാന്നൊക്കെ വിചാരിച്ചാണ് നമ്മുടെ ലക്ഷ്മി അമ്മ ഇരിക്കുന്നത് തന്നെ. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് ശ്രുതിയാണെങ്കിലോ ശ്രുതിയെ അന്വേഷിച്ചുകൊണ്ട് അവളുടെ പാർലറിൽ എത്തുകയാണ്.
അവിടെ വന്ന പാടെ തന്നെ അവിടെ നിന്ന് ഒരു സ്റ്റാഫിന്റെ അടുത്ത് ചോദിച്ചു, അല്ല ശ്രുതി ഉണ്ടോ, ശ്രുതി ഒന്ന് വിളിക്കാമോ എന്ന് പറയുമ്പോഴത്തേക്കിനും അതിനിന്ന് ശ്രുതി മേഡം ഇവിടെ വന്നിട്ടില്ലല്ലോ. ശ്രുതി ഇവിടെ വന്നിട്ടില്ലെന്നോ? അപ്പൊ അവള് രാവിലെ എങ്ങോട്ടാ പോയെന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഫോൺ എടുത്തിട്ട് നമ്മുടെ ശ്രുതിയെ വിളിക്കുകയാണ്. അപ്പം അവൾ ആ സമയത്ത് നമ്മുടെ ആദ്യക്കുട്ടനെയും കളിപ്പിച്ചുകൊണ്ട് അവളുടെ അമ്മയുടെ വീട്ടിലാണ് ഉള്ളത്. അങ്ങനെ കോള് വന്നതും പെട്ടെന്ന് തന്നെ പുള്ളിക്കാരി ഫോൺ എടുത്തു. എന്താ ശ്രുതി വിളിച്ചതെന്ന് ചോദിക്കുമ്പം, അല്ല നീ എവിടെയോ ഉള്ളതെന്ന് ചോദിക്കുമ്പം, ഞാൻ പാർലറിലാണല്ലോ എന്ന് ശ്രുതി ഒരു കളവ് പറഞ്ഞു. ഈ കളവാണെങ്കിലോ പാർലറിലോ? എന്നിട്ട് ഞാനിവിടെ പാർലറിൽ വന്നിട്ട് നീ ഇങ്ങോട്ട് വന്നില്ലല്ലോ ആണല്ലോ പറഞ്ഞതെന്ന് ശ്രുതി ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും, അതെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു പാർലറിലാണ് വന്നിരിക്കുന്നത്. എന്താ ശ്രുതി വന്നത്? ഞാൻ വീട്ടിലേക്ക് വൈകുന്നേരം വരുമല്ലോ. എന്തായാലും ശരി എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഫോൺ കട്ട് ചെയ്യാണ്. ഈ സമയത്താണെങ്കിലോ ഇനിയിപ്പം അവളോട് ഞാൻ സത്യങ്ങളൊക്കെ എങ്ങനെ പറയുമെന്നും പറഞ്ഞ് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് നമ്മുടെ ശ്രുതി. അങ്ങനെ ആടിപ്പാടി ശ്രുതി ദാ വീട്ടിലെത്തി. അവിടെ എത്തുമ്പോഴാണെങ്കിലോ ചന്ദ്രമതി ഇരുന്ന് TV കാണുകയാണ്. എന്തു പറ്റും മോനെ, നിനക്ക് നല്ല ക്ഷീണം ഉണ്ടല്ലോ, ഇവിടെ ഇരിക്കെ, അമ്മ പോയി ഒരു ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുവരാമെന്നും പറഞ്ഞ് ചന്ദ്ര നേരെ കിച്ചണിലേക്ക് പോയി. അവിടെ പോയിട്ടാണെങ്കിലോ ഇവന് ജ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിനും, വേണ്ടമ്മേ അമ്മ ഇങ്ങ് വന്നേന്ന് പറഞ്ഞ് ശ്രുതി നമ്മുടെ ചന്ദ്രയുടെ കയ്യിൽ പിടിച്ചിട്ട് ചന്ദ്രയെ കൊണ്ടുവന്ന് ആ സെറ്റിയിലിരുത്തി. അതിനുശേഷമാണെങ്കിലോ ചന്ദ്രമതിയുടെ മടിയിൽ ഇങ്ങനെ തല വെച്ചിട്ട് ശ്രുതി ഇങ്ങനെ കിടക്കുകയാണ്. അതെ അമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടാ മോനെ? അമ്മേ, എൻ്റെ പഠിപ്പ് എന്തിനാ അമ്മ എന്നെ ഇത്രയൊക്കെ പഠിപ്പിച്ചത്? മോനെ, അത് നല്ല കാര്യമല്ലേടാ. നീ ശ്രുതി പറഞ്ഞതുപോലെ തന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം വലിയൊരു മുതലാളിയാകും. ഇപ്പോൾ ഒരു കാർ കമ്പനിയിലാണ് നിൽക്കുന്നതെങ്കിൽ നാളെ നിനക്ക് ഒരുപാട് കാറുകൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ സാധിക്കുമെന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ മകനെ പുകഴ്ത്തി പറയുമ്പോഴത്തേക്കിനും, അമ്മേ അതൊന്നും സാധിക്കുമെന്ന് തോന്നുന്നില്ല. എടാ എന്ത് പറ്റിയടാന്ന് ചന്ദ്ര ചോദിക്കുമ്പോഴത്തേക്കിനും, അമ്മ എന്നെ ആ പണിന്ന് പറഞ്ഞു വിട്ടു എന്ന് ശ്രുതി പറയാണ്. ഇത് കേട്ടതും നമ്മുടെ ചന്ദ്രമതിയുടെ സ്വഭാവമൊക്കെ അങ്ങോട്ട് മാറി. ചന്ദ്രയാണെങ്കിലോ, എഴുന്നേക്കടാ, നിനക്കൊരു 2 ആഴ്ച ഒരിടത്ത് നിനക്ക് തികച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടോ? ഇതുപോലെ ഒരുത്തനെ ആണല്ലോ ദൈവമേ ഞാൻ പ്രസവിച്ചതെന്നും പറഞ്ഞ് ചന്ദ്രമതി തലക്ക് കൈ കൊടുത്തു. അതിനുശേഷം ആശാട്ടി പൂജാമുറിയിലേക്ക് ഓടുകയാണ്. അവിടെ ചെന്നിട്ടാണെങ്കിലോ, എൻ്റെ ഭഗവാനെ, നീ എന്താ എന്നെ മാത്രം ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഇതുപോലെയുള്ള ഒരു ചെറുക്കനെ തന്നിട്ട് ഇനി ഞാൻ എന്ത് ചെയ്യും? ഈ വിവരമെങ്ങാനും ഇവിടെ ഉള്ളവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. അല്ലടാ, ശ്രുതിയോട് നീ സത്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് ചന്ദ്ര ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ, ഇല്ലമ്മേ, ശ്രുതിയോട് പറയാൻ വേണ്ടി അവളുടെ പാർലറിൽ ചെന്നതാണ്. പക്ഷെ അവള് വേറെ എവിടെയോ മേക്കപ്പ് ചെയ്യാൻ പോയിരിക്കുകയാണ്. എന്തായാലും ഈ സത്യം നീ ഇപ്പൊ പറയാൻ നിൽക്കണ്ട. ആധാരം വരെ പണയപ്പെടുത്തി ഞാൻ നിനക്ക് പൈസ എടുത്ത് തന്നതല്ലേ, ഇനി മാസാമാസം എവിടെ നിന്ന് എടുത്തിട്ട് ഞാൻ കാശ് കൊടുക്കുമെന്നും പറഞ്ഞ് ചന്ദ്രമതി ഒരേ ഇരിപ്പിരിക്കുമ്പോഴത്തേക്കിനും, അമ്മേ ചിലപ്പോൾ എനിക്ക് ഇതിലും നല്ലൊരു ജോലി കിട്ടും. എൻ്റെ വിദ്യാഭ്യാസത്തിനും എൻ്റെ കഴിവിനും ഒക്കെ ഇണങ്ങുന്നൊരു ജോലി കിട്ടും, നോക്കിയിരുന്നാ മതിയെന്നും പറഞ്ഞ് ചന്ദ്രമതി ദേഷ്യത്തോടു കൂടി മുഖം തിരിക്കുകയാണ്. ഈ സമയമാണെങ്കിലോ നമ്മുടെ സച്ചി അകത്തോട്ട് കയറി. അതിനുശേഷം രേവതി ആണെങ്കിലോ വളരെയധികം സന്തോഷത്തോടു കൂടി നമ്മുടെ സച്ചിയെ സ്വീകരിക്കുകയാണ്. ഇങ്ങോട്ട് വാ, ഇത് എന്തൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? സച്ചി ആ ഒരു മേശപ്പുറത്ത് നിറച്ച് കറികളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ, എൻ്റെ പൊന്നെ എനിക്ക് വിശന്നിട്ട് വയ്യ, വേഗം പോയി കൈ കഴുകിയിട്ട് വാട്ടോ, എല്ലാം ഇണക്കിയിട്ടുണ്ടെന്നും പറഞ്ഞ് രേവതി വളരെ സ്നേഹത്തോടു കൂടി നമ്മുടെ സച്ചി അവിടെ പിടിച്ചിരുത്തുകയാണ്. അപ്പൊ സച്ചി പറഞ്ഞു, ഞാൻ തനി ഇരിക്കുകയൊന്നുമില്ല, വീട്ടിൽ ഞാൻ തന്നെയല്ലേ ഇരിക്കുന്നത്. ഒരു കാര്യം ചെയ്യും, നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഇരിക്കുന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മുടെ ലക്ഷ്മി അമ്മയും അതുപോലെ തന്നെ രേവതിയും ആ സമയം അവിടെ ഇരിക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും നമ്മുടെ സച്ചിക്ക് വിളമ്പി കൊടുക്കുമ്പോൾ, അതേ രേവതി, നീ വെച്ചിരിക്കുന്ന ഈ മീൻകറി ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ എൻ്റെ അച്ഛമ്മ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ്. ഈ സ്മെല്ല് ഞാൻ അവിടുന്ന് വന്നപ്പോൾ തന്നെ എനിക്ക് കിട്ടി. എൻ്റെ അച്ഛമ്മയുടെ അതേ കൈപുണ്യമാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവൻ ആസ്വദിച്ച്, ശരിക്കും പറഞ്ഞാൽ കൈ വരെ ആശാൻ അങ്ങ് നക്കി. അപ്പം ഈ രീതിയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോഴത്തേക്കിനും ലക്ഷ്മിയമ്മയാണെങ്കിലോ, ദൈവമേ കഴിച്ചിട്ട് ഇവൻ ഇവിടെ നിന്ന് ഇപ്പം തന്നെ പോയാൽ മതി. ആ ചന്ദ്ര എങ്ങാനും ഇവൻ ഇവിടെ വന്ന വിവരങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നു എന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അല്ല മോനെ, കഴിച്ചു കഴിഞ്ഞെങ്കിൽ മോന് തിരക്കുണ്ടാവില്ലേ, എന്നാ മോൻ പോയിക്കോന്നും പറഞ്ഞ് ലക്ഷ്മിയമ്മ അവനെ പറഞ്ഞു വിടാൻ നോക്കുമ്പോഴത്തേക്കിനും, ഇപ്പൊ സമയം എന്തായി? ഇപ്പൊ ഒരു 2:30
ഇനിയിപ്പൊ പ്രത്യേകിച്ച് ഓട്ടോ ഒന്നും വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് കിടക്കണം, എന്റെ വയറ് ഫുള്ളായി എന്ന് പറഞ്ഞ് സച്ചിയാണെങ്കിൽ നമ്മുടെ രേവതിയുടെ റൂമിലേക്ക് പോയി അവിടെ ഒരു പായൊക്കെ എടുത്ത് നിലത്തങ്ങ് കിടക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിനും രേവതി ആണെങ്കിൽ എന്നിവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടോ, ഞാൻ സമയമാകുമ്പോൾ വിളിച്ചോളാന്നും പറഞ്ഞ് അവള് ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഈ സമയം ലക്ഷ്മിയമ്മ നമ്മുടെ രേവതിയുടെ കൈക്ക് പിടിച്ചിട്ട്, എന്റെ പൊന്നു മോളെ, നീ വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കല്ലേ, അവൻ ഇപ്പൊ തന്നെ ഒന്ന് പറഞ്ഞു വിട്. എന്റെ അമ്മ എന്തൊക്കെ ഈ പറയുന്നത്? സച്ചിയേട്ടൻ കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ, നമുക്ക് അവിടെ എങ്ങാനും മാറിയിരുന്ന് ഭക്ഷണം കഴിക്കാന്നും പറഞ്ഞ് അവള് നമ്മുടെ ലക്ഷ്മിയമ്മയും കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയാണ്. ഈ സമയമാണെങ്കിലോ ലക്ഷ്മിയമ്മയുടെ വെപ്രാളവും അതുപോലെ തന്നെ നമ്മുടെ ദേവും ശരത്തും ഒക്കെ കൂടി ലക്ഷ്മിയെ കളിയാക്കുന്നതും ഒക്കെ കാണിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചി അന്നത്തെ ദിവസം അവിടെ സ്റ്റേ ചെയ്യാണ്. അപ്പൊ എന്തായാലും അതിന്റെ ബാക്കി വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.